ദർശനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. ദർശനങ്ങൾ കാണുന്നവരാണ് അല്ലേ? ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഭക്തന്മാർ, അഭിഷിക്തന്മാരൊക്കെ ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. അനേകം അഭിഷിക്തന്മാർ ദർശനങ്ങൾ കണ്ടതിൻ്റെ സാക്ഷ്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ആമേൻ. ദർശനം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ദർശനമില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാനാവില്ല. ആമേൻ, ആമേൻ, ആമേൻ. നോക്കിക്കേ, ആരൊക്കെയാണ് ദർശനങ്ങൾ കണ്ടതെന്നറിയാം. 1 ശമൂവേൽ 3:15 വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ. 12 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ടുണ്ട്. 1 ശമൂവേൽ 3:15. ഈ ദർശനം, ശമൂവേൽ ഒരു ദർശനം കണ്ടു. മതി. ശമൂവേൽ ഒരു ദർശനം കണ്ടു. ഒന്ന് ദർശനം കണ്ട ഒരാളുടെ പേരാണ് ശമൂവേൽ. പറഞ്ഞേ, ശമൂവേൽ. ദർശനം കണ്ട ഒരാളുടെ പേരാണ് ശമൂവേൽ. യെശയ്യാവ് 1:1 വായിച്ചേ. യെശയ്യാവ് 1:1. ദർശിച്ച ദർശനം. യെശയ്യാവ് ദർശനങ്ങൾ കണ്ടു. അപ്പോൾ 1 ശമൂവേൽ ദർശനം കണ്ടു, 2 യെശയ്യാവ് ദർശനം കണ്ടു. ദാനിയേൽ 8:2 വായിച്ചേ. ദാനിയേൽ 8:2. മതി. ഞാനൊരു ദർശനം കണ്ടു. ദാനിയേൽ ദർശനം കണ്ടു. ഇനി അപ്പോസ്തല പ്രവൃത്തി 7:31 വായിച്ചേ. മോശെ ദർശനം കണ്ടു. ഇനി മത്തായി സുവിശേഷം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കൂ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കൂ. ആ ആ ആ ആ ഈ ദർശനം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരും കൂടെ ഒരുമിച്ച് ദർശനം കണ്ടു. ഓക്കെ. ഇനി പത്രോസ് ഒറ്റയ്ക്ക് കാണുകയാണ്. 11:5 വായിക്കൂ. അപ്പോസ്തല പ്രവൃത്തി 11:5. ഒരു ദർശനം കണ്ടു. മതി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വേദപുസ്തകത്തിലെ അഭിഷിക്തന്മാർ ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ളവർ ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. ആമേൻ. പഴയ നിയമകാലത്തും ദർശനങ്ങളുണ്ടായിരുന്നു. ആമേൻ. ശമൂവേൽ ദർശനം കണ്ടു, യെശയ്യാവ് ദർശനം കണ്ടു, യെഹെസ്കേൽ ദർശനം കണ്ടു, ഓബദ്യാവ് ദർശനം കണ്ടു, മോശെ ദർശനം കണ്ടു. സ്തോത്രം. പഴയ നിയമത്തിലുള്ള അഭിഷിക്തന്മാർ ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതാ അപ്പോസ്തലന്മാർ അവർ ദർശനങ്ങളെ കണ്ടു. കൂട്ടായും കണ്ടു, ഒറ്റയ്ക്കും അവർ ദർശനങ്ങളെ കണ്ടു. സ്തോത്രം. ദർശനമില്ലെങ്കിൽ വളരെ അപകടമാണ്. സ്തോത്രം. ദർശനമില്ലെങ്കിലുള്ള അപകടം എന്താണെന്നറിയാം. ഒന്ന് വായിച്ചോളുക. ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. 1 ശമൂവേൽ 3:1 വായിച്ചേ. അതെ. വചനം ദുർലഭമായിരുന്നു, ദർശനം കുറവായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. പിന്നെ സംഭവിച്ചതെന്നാമെന്ന് നിങ്ങൾക്കറിയാം. ഏലിയുടെ കാലത്തെ 2 ശുശ്രൂഷയിലെ 2 പരാജയങ്ങൾ. ഏലി ആലയത്തിലെ മഹാപുരോഹിതനായിരുന്നു. മഹാപുരോഹിതനായിരുന്ന ഏലിയുടെ കാലത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച 2 പരാജയങ്ങൾ. 1, അക്കാലത്ത് വചനം കുറവായിരുന്നു. 2, അക്കാലത്ത് ദർശനം കുറവായിരുന്നു. ആമേൻ. അവിടെ വചനവും ദർശനവും ഒരുപോലെയാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, വചനം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. വചനമില്ലെങ്കിൽ ഒന്നും സാധ്യമാവില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദർശനം. ആമേൻ. നമുക്ക് മുൻപോട്ട് നീങ്ങാൻ നമുക്ക് ദർശനം ആവശ്യമാണ്. അത് നമ്മെ വളരെയധികം മുമ്പോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കും, നമ്മെ മുമ്പോട്ട് ചലിപ്പിക്കും. ദർശനത്തിന് വലിയ ശക്തിയുണ്ട്. യോസെഫിൻ്റെ ദർശനമാണ് യോസെഫിൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ച സകല പ്രതിസന്ധികളിലും പിടിച്ചു നിൽപ്പാൻ അവന് കരുത്തു നൽകിയത്. ആമേൻ. താൻ കണ്ട ദർശനം ഒരു നാൾ സംഭവിക്കുമെന്ന് യോസെഫിന് ഉറപ്പായിരുന്നു. കാരണം ആ ദർശനം യോസെഫിന് കൊടുത്തത് അവൻ്റെ അപ്പനോ അവൻ്റെ പാസ്റ്ററോ അവൻ്റെ വിശ്വാസിയോ അവൻ്റെ സഹോദരന്മാരോ ആയിരുന്നില്ല. ആ ദർശനം യോസെഫിന് കൊടുത്തത് യോസെഫ് സേവിക്കുന്ന ദൈവമായിരുന്നു. സ്തോത്രം, സ്തോത്രം. ഒരു മനുഷ്യൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ, ഒരു മനുഷ്യർ നിങ്ങൾക്ക് നല്ല വാക്ക് പറഞ്ഞു വന്നാൽ, അതിനകത്തൊക്കെ പിന്നീട് നമുക്ക് വലിയ സംശയങ്ങളുണ്ടാകും. സ്തോത്രം. എന്നാൽ ദൈവം നമ്മോട് വാക്കു പറഞ്ഞാൽ, ദൈവം വാക്കുമാറാത്ത ദൈവമാകയാൽ അവൻ നമ്മെ മുൻപോട്ട് നടത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിങ്കിൽ നിന്ന് ദർശനങ്ങളെ പ്രാപിക്കുക. ആമേൻ. അവൻ നിങ്ങളെ മുൻപോട്ട് ചലിപ്പിക്കും. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പൗലോസിൻ്റെ 7 ദർശനങ്ങളെ കുറിച്ചാണ്. പൗലോസിൻ്റെ 7 ദർശനങ്ങൾ. നിങ്ങൾ ചോദിക്കും, പൗലോസ് 7 ദർശനം കണ്ടോ എന്ന്. 7 ദർശനങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിനകത്തുണ്ടായി. പൗലോസിൻ്റെ മിനിസ്ട്രിയിൽ അത് വളരെ വിജയം നൽകി. നമ്മുടെ ആത്മീക ജീവിതത്തിലും ദർശനങ്ങൾ നമുക്ക് വിജയം തരും. സ്തോത്രം. ഹലോ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പൗലോസ് കണ്ട ഒന്നാമത്തെ ദർശനം എന്താണെന്ന് നോക്കാം. വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എത്തിയപ്പോൾ അതെ, പൗലോസ് കണ്ട ഒന്നാമത്തെ ദർശനം ക്രിസ്തുവിനെ കുറിച്ചൊരു ദർശനമായിരുന്നു. ആമേൻ പറഞ്ഞേ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ ഏതൊക്കെ ദർശനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ക്രിസ്തു സംബന്ധമായ ഒരു ദർശനവും വെളിപ്പാടുമില്ലെങ്കിൽ, ആമേൻ, യേശു എന്തിനാ മണ്ണി വന്നത്, യേശു എന്തിനാ മണ്ണി ജീവിച്ചത്, യേശുവിൻ്റെ ശുശ്രൂഷയുടെ അർത്ഥം എന്തായിരുന്നു? സ്തോത്രം. യേശു എന്തിനാ പിടിക്കപ്പെട്ടത്, യേശു എന്തിനാ അടിക്കപ്പെട്ടത്, യേശു എന്തിനാ ക്രൂശിക്കപ്പെട്ടത്? സ്തോത്രം. യേശു കർത്താവിനെ സംബന്ധിച്ചുള്ള ഒരു ദർശനം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആഴത്തിൽ ആവശ്യമുള്ളതാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യമില്ലെങ്കിൽ പോയി. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മെ മുൻപോട്ട് നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം നമുക്കൊരു ദൈവമുണ്ടെന്നുള്ളതായിരിക്കണം. ആമേൻ. നമുക്കൊരു വീടുണ്ടെന്നുള്ളതോ, നമുക്കൊരു വണ്ടി ഉണ്ടെന്നുള്ളതോ, നമുക്ക് പണമുണ്ടെന്നുള്ളതോ ഇതൊന്നും ആകരുത് നമ്മുടെ അടിസ്ഥാനപരമായ ധൈര്യം. മറിച്ച് എൻ്റെ ആവശ്യങ്ങളുടെ മുഖത്തു ഞാൻ നിന്ന് വിളിച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യം. ആമേൻ. എന്നെ സഹായിപ്പാൻ ഒരു മനുഷ്യനും കടന്നു വരാൻ സാധ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാലും അവിടെ ഞാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേൻ. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്കൊരു ദർശനമുണ്ടാവണം, ഒരു ബോധ്യം ഉണ്ടാവണം. സ്തോത്രം. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വെറുതെ സഭയ്ക്കകത്ത് വന്നതല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഞാനിങ്ങനെ ഒരു ഒഴുക്കിന് വന്ന് കയറിയതല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. എൻ്റെ ദൈവം എന്നെ വിളിച്ചവനകത്ത് കൊണ്ടുവന്നതാണ്. ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ ദൈവത്തെ തേടി കണ്ടെത്തിയതല്ല, ദൈവം എന്നെ കണ്ടെത്തിയതാണ്. അപ്പോസ്തലന് കിട്ടിയ ഒന്നാമത്തെ ദർശനം ക്രിസ്തുവിനെ കുറിച്ചൊരു ദർശനമായിരുന്നു. ആമേൻ. നിങ്ങൾക്കറിയാം, അപ്പോസ്തലന് ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് പുറകിലുള്ളൊരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ മാർഗത്തിനെതിരായിരുന്നു, അദ്ദേഹം ക്രിസ്തു മാർഗക്കാർക്ക് എതിരായിരുന്നു. പക്ഷെ അന്നും അദ്ദേഹത്തിന് ക്രിസ്തു മാർഗക്കാരെ അറിയാം, ക്രിസ്തുവിനെ കുറിച്ചും അറിയാം. സ്തോത്രം. പക്ഷെ ആ അറിവല്ല ദമസ്കോസിന്റെ പടിക്ക് വെച്ചുണ്ടായത്. അനേകം ദൈവമക്കൾക്കും പൗലോസിന്റെ ജീവിതത്തിൽ മുന്നമേ അറിഞ്ഞ പോലത്തെ ഒരു അറിവ് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ചുള്ളൂ. ആമേൻ. ക്രിസ്തു കാനാവിൽ വെള്ളം വീഞ്ഞാക്കി, ആ അറിവുണ്ട്. ക്രിസ്തു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ആ അറിവുണ്ട്. അത് വേണ്ടെന്നല്ല, ഉണ്ടായിരിക്കട്ടെ. കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, ആ അറിവ് നമുക്കുണ്ട്. സ്തോത്രം. കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു, ആ അറിവ് നമുക്കുണ്ട്. ആ അറിവ് വേണം, തീർച്ചയായും വേണം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായി ഉണ്ടായിരിക്കേണ്ട ഒരു അറിവ് കൂടെ ഉണ്ട്. ആമേൻ, ആമേൻ.
നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. മരണം കൊണ്ട് അവസാനിച്ച ഒരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. കാനാവിലെ വീട് കൊണ്ട് ക്രിസ്തു ചരിത്രം അവസാനിച്ചില്ല. ലാസറിന്റെ കല്ലറ കൊണ്ട് അവസാനിച്ചിട്ടില്ല ക്രിസ്തു ചരിത്രം. ഇന്ന് ഈ പകൽ ഈ ആലയത്തിനകത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് കർത്താവിനെ കുറിച്ച് നമുക്കൊരു ദർശനമുണ്ടായിരിക്കണം. സ്തോത്രം. ഇനി രണ്ടാമത്തെ ദർശനം പൗലോസിനുണ്ടായത് എന്നാമോ നോക്കാം. 16:9 വായിച്ച്. സ്പീഡിൽ പോ, രണ്ട് കാര്യം പറയാനുള്ളത് കൊണ്ടാണ്. 16:9 വായിച്ച്. ആ ആ ആ ആ ഒരു ദർശനം കണ്ടു. മിഷനറി വേലയെ കുറിച്ചുള്ള ഒരു ദർശനം. ആമേൻ പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഈ നമ്മൾ ചിന്തിക്കരുത് ദൈവം നമ്മളെ വിളിച്ചത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ചിന്തിക്കരുത്. ദൈവം നമ്മെ വിളിച്ചതിനകത്തെ മറ്റൊരു ദൗത്യമാണ് മിഷണറി വേല, അല്ലെങ്കിൽ സുവിശേഷ വേല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആമേൻ. ഞാൻ എന്നാ കൃപാവരമുള്ള ആളാണേലും, സ്തോത്രം, ഞാൻ എന്നാ വലിയ ആളാണേലും എൻ്റെ നാവ് കൊണ്ട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. ആമേൻ. പൗലോസിന് കിട്ടിയ രണ്ടാമത്തെ ദർശനം സുവിശേഷ വേലയെ കുറിച്ചൊരു ദർശനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നോട് സഭയിലെ പിള്ളേർ പറയാറുണ്ട്, എനിക്ക് ജോയ് പാസ്റ്ററെ പോലെ പ്രസംഗിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ ആ പിള്ളേരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റുമോയെന്ന്. പക്ഷെ അവർ പറയും ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന്, അല്ലെങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാവില്ല. പ്രസംഗിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ സുവിശേഷ വേല ചെയ്യാൻ പലർക്കും താല്പര്യമില്ല. ആമേൻ. ഞാൻ സഭയോട് പറയാം, ദൈവമക്കളോട് പറയാം, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞായിരുന്നോ? ആരോടെങ്കിലും സഭയെ പറ്റി പറഞ്ഞായിരുന്നോ? ആരെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചായിരുന്നോ? ആരോടെങ്കിലും ക്രിസ്തുവിനെ പറ്റി പറഞ്ഞായിരുന്നോ? ആരെങ്കിലും നിങ്ങളോട് ഒരു അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർ ഉണ്ടെന്നാണോ പറഞ്ഞത്? ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞായിരുന്നോ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ. അപ്പോസ്തലന് കിട്ടിയ രണ്ടാമത്തെ ദർശനം സുവിശേഷ വേലയെ കുറിച്ചൊരു ദർശനമായിരുന്നു. ഹല്ലേലൂയ. നമുക്കത് ഉണ്ടാവണം, നമുക്കത് ഉണ്ടാവണം. സ്തോത്രം. അത് നമ്മുടെ തലയ്ക്കകത്തോട്ട് കയറിയാണ്ടല്ലോ പിന്നെ നമുക്ക് ഒന്നും വിഷയമല്ല. സുവിശേഷ വേല എന്നൊരു ദർശനം തലയ്ക്കകത്ത് കയറിയതുകൊണ്ടാണ്. എന്നായിരുന്നു അത്? മിനിങ്ങാന്ന് രാത്രിയായിരുന്നു തോന്നുന്നു. വീഡിയോ കണ്ടില്ലായിരുന്നു? നമ്മുടെ തലയ്ക്കകത്തോട്ട് ഈ സാധനം കയറണം. അപ്പോൾ തലയ്ക്കകത്ത് കയറിയാൽ പിന്നെ പോസ്റ്റ് ഒട്ടിക്കാൻ നമുക്ക് അപമാനം ഉണ്ടാകത്തില്ല. നമുക്ക് വഴിക്കിടെ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പരസ്യവും നടത്താൻ പ്രയാസം ഉണ്ടാവില്ല. ഒരാളോട് സുവിശേഷം അറിയിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ആമേൻ. തൂത്തുവാരാൻ പ്രയാസം ഉണ്ടാവില്ല. അധ്വാനിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഇതകത്ത് കയറിയില്ലെങ്കിൽ ഈ സാധനം ഭയങ്കര മടുപ്പാ. ഇതിനേക്കാൾ നല്ലത് നമുക്ക് ഉറക്കം നല്ലതെന്ന് തോന്നും. ഇതിനേക്കാൾ നല്ലത് വൈകുന്നേരം ചെമ്പരത്തിയാകുമ്പോൾ നമുക്ക് തോന്നും. ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വൈകുന്നേരം. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പണ്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നും ഇതിനേക്കാൾ നല്ലത് വൈകുന്നേരം 7:30 ഒരു പരിപാടി ഉണ്ടാവാൻ നല്ലതെന്ന് തോന്നും. ഇതിനേക്കാൾ എളുപ്പം 8:30 ഒരു പരിപാടി ഉണ്ടാവാൻ നല്ലതെന്ന് തോന്നും. അതിൻ്റെ കാരണം കുറ്റമല്ല, സുവിശേഷത്തെക്കുറിച്ച് ദർശനമില്ല. ആമേൻ, ആമേൻ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് എന്നോട് ഇവർ പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ഇങ്ങോട്ട് വരണമെന്ന് തോന്നുവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്താ അങ്ങനെ തോന്നാനുള്ളൊരു കാരണം? ഇതിലേക്ക് നമ്മൾ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിയാണ്ടല്ലോ ദൈവമക്കളെ, പിന്നെ ഇത് വിട്ട് നമുക്ക് പോകാൻ തോന്നത്തില്ല. ആമേൻ. ഞാൻ സഭയിൽ നിങ്ങൾ അധ്വാനിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ സുവിശേഷ വേലയെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. ആ ദർശനം നമ്മുടെ തലക്കകത്ത് കയറിയാൽ, ആമേൻ, നമുക്കൊരാളോട് സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല.
കാരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യമാണ്, കർത്താവ് ഏൽപ്പിച്ച വേലയാണ്. കരമുയർത്തിയ സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ ഈ സഭക്കകത്തിരിക്കുമ്പോൾ ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവവേലയുടെ മുഖത്ത് ഞങ്ങൾക്കൊരു ദർശനം തരണമേ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾ ആരോടാ സംസാരിക്കേണ്ടത്? കർത്താവേ ഞങ്ങൾക്ക് ആ മേഖലയിൽ ഒരു ദർശനം തരണമേ. ഹല്ലേലൂയ. ഒറ്റ വാക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. സുവിശേഷം അറിയിക്കാത്തവരെ അയ്യോ കഷ്ടം. സൗഖ്യമായതുകൊണ്ട് കാര്യമില്ല, ദൈവം പറയും കഷ്ടം. വിടുവിക്കപ്പെട്ടുകൊണ്ട് കാര്യമില്ല, ദൈവം പറയും കഷ്ടം. സുവിശേഷം അറിയിക്കണം, യേശുവിനെ പറ്റി പറയണം. എല്ലാവരും ആമേൻ പറയും. ഞാൻ ഓരോരുത്തരുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ ചിലരുടെ വാ തുറന്നൊരു ആമേൻ പറയുന്നില്ല. ആമേ അത് വിട് പാസ്റ്റർ, അടുത്ത വിഷയം പറയാനാ. ഇത് വിട്ടൊരു വിഷയമില്ല, ഇതാ വിഷയം. ആമേ. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സ്തോത്രം. സുവിശേഷം അറിയിക്കണം. അയൽപക്കങ്ങളിൽ, ബന്ധുവീടുകളിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ നടുവിൽ സുവിശേഷം അറിയിക്കണം. പൗലോസിന്റെ രണ്ടാമത്തെ ദർശനം സുവിശേഷത്തെ കുറിച്ചൊരു ദർശനമായിരുന്നു, ദൈവവേലയെ കുറിച്ചൊരു ദർശനമായിരുന്നു. മൂന്നാമത്തെ നാം നോക്കാം. ആമേൻ. സ്തോത്രം. 18:9 നോക്കിക്കോ. അപ്പോസ്തല പ്രവൃത്തി 18:9. മിഷനറിയുടെ ദർശനമുള്ളയാളെ ദൈവം ഉറപ്പിക്കുന്ന ദർശനം. മിഷനറിയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ദർശനമുണ്ടോ, പ്രശ്നങ്ങളും ഉണ്ടാവും. പൗലോസിന്റെ ഒരു പ്രസംഗത്തിനെതിരെ ഉയർന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ചാണ് ആ ഭാഗത്തിൽ വേലയുടെ മുഖത്തു ദർശനം നൽകിയ ദൈവം വേലയുടെ പ്രതിസന്ധിയിൽ ഉറപ്പിക്കുന്ന ദർശനം കൊടുത്തു. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ദൈവം ദർശനം ഉണ്ടാവണം. ദൈവവേലയുടെ മുഖത്ത് നമുക്ക് ദർശനം ഉണ്ടാവണം. ആ ദർശനത്തിന്റെ ഒപ്പം തന്നെയുള്ളതാണ് വെല്ലുവിളി. ആ ദർശനത്തിന്റെ ഒപ്പം തന്നെയുള്ളതാണ് പ്രതിസന്ധി. പക്ഷെ മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നു, ആ പ്രതിസന്ധിക്കകത്ത് ദൈവം നമ്മെ ഉറപ്പിക്കാൻ ദൈവം ദർശനം നൽകി. നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യൂ, അതിനകത്തുണ്ടാകുന്ന പ്രതിസന്ധികളെ ദൈവം മാറ്റും. അത് മാറുമ്പോൾ നമ്മൾ അറിയും ദൈവം നമ്മെ വിളിച്ചിവിടെ ആക്കിയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മൾ എങ്ങനെ ഇവിടെ സഭ വെച്ചെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ആയെന്ന് എല്ലാവർക്കും അറിയാം. സ്തോത്രം ഇല്ലേ? ആമേൻ. ഇവിടെ നമ്മളെ ഇങ്ങനെ ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഉറയ്ക്കാൻ കഴിയും, നമ്മെ ഇവിടെ ദൈവം ഉറപ്പിക്കുന്നതാണ്. അങ്ങനെ തിരിച്ചറിയുന്നേ, അങ്ങനെ മനസ്സിലാക്കുന്നേ. ആമേൻ. പറിക്കാൻ ആര് ശ്രമിച്ചാലും ദൈവം ഉറപ്പിക്കും. ദൈവം ഉറപ്പിച്ചതിനെ പറിക്കാൻ മനുഷ്യനോ ഇരുളിനോ അധികാരങ്ങൾക്കോ സാധ്യമാവില്ല. ദൈവം ഉറപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ അയൽപക്കക്കാരോട് സംസാരിക്കൂ. അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് പരാതികൾ പറയൂ, അല്ലെങ്കിൽ കുറച്ച് പരിഭവങ്ങൾ പറയൂ. അവർ കേട്ടുകൊണ്ടേയിരിക്കും. എത്ര സമയം വേണമെങ്കിലും അവർ നിങ്ങളുടെ മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷെ നിങ്ങൾ അവരോട് ആ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങൂ. ആ സെക്കൻഡിൽ അവർ പറയും റേഷൻ വാങ്ങിക്കാൻ പോകണം. ആ സെക്കൻഡിൽ അവർ പറയും അച്ചായം വരാറായി, അരി അടുപ്പത്ത് കിടക്കുകയാണ്. ആമേൻ. സ്തോത്രം. കാരണം അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ദർശനമുള്ളവൻ മടുക്കുകയല്ല, ദർശനമുള്ളവൻ നിരാശപ്പെടുകയല്ല. ഹല്ലേലൂയ. ആമേൻ.
ഉറപ്പിക്കും. ദർശനമുള്ളവരെ ഉറപ്പിക്കുമ ദർശനങ്ങളുണ്ടാകും. രക്തത്താൽ ജയം. 22:18 നാലാമത്തെ ദർശനം. 22:18. ആ അപ്പോസ്തലന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. വീണ്ടും അടുത്ത വിഷയം, മുന്നറിയിപ്പിന്റെ ദർശനം. സ്തോത്രം. നീ അവിടെ നിന്ന് പോക. ദർശനം. നീ അവിടെ നിന്ന് പോക. ഉറപ്പിക്കുമ്പോ ദർശനം തന്ന അതേ ദൈവം നിന്നോട് മാറാനും പറയും. സംസാരിക്കാൻ പറയുന്ന അതേ ദൈവം ഇവിടെ നീ നിശബ്ദനാകാനും പറയും. ആമേൻ. പുറപ്പെടാൻ പറഞ്ഞ അതേ ദൈവം ഇപ്പോൾ നീ പുറപ്പെടരുത് എന്നും പറയും. സ്തോത്രം, സ്തോത്രം. ഇത് അവിടെ അപ്പോസ്തലന് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നീ നിൽക്കുന്ന മണ്ണിൽ, നീ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ഇവരാരും നിന്നെ അംഗീകരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം നീ പ്രയോജനപ്പെടുകയില്ലെന്നാണോ? അതിൻ്റെ അർത്ഥം നീ തള്ളപ്പെട്ടെന്നാണോ? അതിൻ്റെ അർത്ഥം നിന്നെ ഇനി ഞാൻ ഉപയോഗിക്കുകയില്ലെന്നാണോ? അല്ല. ഇവർക്ക് നിന്നെ വേണ്ടെങ്കിലും നിന്നെ വേണ്ടിയ ഇടങ്ങളുണ്ട്. അവിടെ നിന്നെ ഞാൻ ഉപയോഗിക്കും. കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ തരും. മുന്നറിയിപ്പുകൾ തരും. റോഡുകളിലൊക്കെ മുന്നറിയിപ്പിന്റെ ബോർഡ് വെച്ചിട്ടില്ലേ? വളവുണ്ട്. ഇത് മുന്നറിയിപ്പാണ്. പച്ച ബോർഡ് കണ്ട എന്നാമോ നമുക്കറിയാം. ചുമല കണ്ട എന്നാമോ നമുക്കറിയാം. മഞ്ഞ കണ്ട എന്നാന്നറിയാം. പച്ച കണ്ട എന്നതാ? മുസ്ലിം പള്ളി ഉണ്ടെന്നാണോ? പിന്നെ നമ്മൾ ട്രാഫിക്കിലേക്ക് നമ്മൾ വരുമോ, ജംഗ്ഷന് വരുമെന്ന്. അപ്പോൾ പച്ചയാന്ന് കത്തി കിടക്കണം. എന്നാ അതിൻ്റെ അർത്ഥം തന്നെ? പറന്ന് ആര് കണ്ടേക്കണ്? നമ്മൾ വരുന്നു, വീട്ടടിച്ച് പോകും അല്ലേ? മഞ്ഞയാണെങ്കിലോ സഭായം കഴിഞ്ഞ് എല്ലാവരെയും കൂട്ടി ലോഗോസിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ്. ഇനി അത് കാണിച്ച് തമ്മിട്ടുള്ള കളിയുള്ളൂ. പച്ച കണ്ടാൽ കടന്ന് പൊക്കോളാനാണ്. മഞ്ഞ കണ്ടാൽ വെയിറ്റ് ചെയ്യാനാണ്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനാണ്. ചുമലയാണെങ്കിൽ പറയുന്നത് പോവരുന്നാണ്, സ്റ്റോപ്പ്. അപ്പോൾ ചുമല കഴിയുമ്പോൾ മഞ്ഞ കണ്ടാൽ എൻ്റെ അർത്ഥം അല്പം കൂടെ കഴിഞ്ഞാൽ പച്ച വെളിയുന്നാണ്. കുറച്ച് സെക്കൻഡോടെ കാണത്തുള്ളൂ. സാധാരണ അങ്ങനെ തെളിയേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ചുമപ്പ് എപ്പോഴാ പച്ച എപ്പോഴാവെന്ന് അറിയാൻ പറ്റാത്ത അല്ലേ? നമ്മളങ്ങ് പോവാന്നുള്ളതാണ്. മുന്നറിയിപ്പുകൾ ദൈവം തരും. നമ്മുടെ ദൈവം മുന്നറിയിപ്പിൻ്റെ ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പൗലോസിൻ്റെ സുവിശേഷ വേലയിൽ പൗലോസിന് പലപ്പോഴും ദൈവം ഒത്തിരി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പൗലോസിനെ സ്വീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട്. പൗലോസിൻ്റെ പ്രസംഗങ്ങൾ സ്വീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ദൈവം പൗലോസിനെ തള്ളിക്കളഞ്ഞില്ല. മറിച്ച് പറഞ്ഞപ്പോൾ നീ മാറിക്കോ, നിന്നെ വേണ്ടി ആളുകളുണ്ട്, നിന്റെ മിനിസ്ട്രി ആവശ്യമുള്ള ഇടങ്ങളുണ്ട്. അമ്മേ, നീ മുമ്പോട്ട് നീങ്ങുക. നാളുകളായിട്ടും പലരും നോക്കിയിട്ടും പുറത്തു വരാത്ത അണലികൾ പതുങ്ങിയിരിക്കുന്ന മെലീത്തകളുണ്ട്. ആമേൻ പറ. ആമേൻ, ആമേൻ. ഒരു സുവിശേഷകനും കയറി ചെല്ലാൻ സാധ്യമല്ലാത്ത അധികാരത്തിൻ്റെ ഇടങ്ങളുണ്ട്. ഫെസ്തോസിൻ്റെ കൊട്ടാരമുണ്ട്, അഗ്രിപ്പാവിൻ്റെ കൊട്ടാരമുണ്ട്. ഇവിടെ ഒന്നും ഒരു സാധാരണ സുവിശേഷകന് കയറി ചെല്ലാനാവില്ല. പക്ഷെ നിന്നെ ഞാൻ അവിടെ കയറ്റും. ആമേൻ, 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 ആമേൻ. അതൊരു പ്രവചന ശബ്ദമാണ്. അധികാരത്തിന്റെ ഇടങ്ങളിലേക്ക് സഭ നടന്നു കയറും. പലർക്കും കയറി ചെല്ലാൻ സാധ്യമാകാത്ത ഇടങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ കർമ്മേൽ സഭ കയറി ചെല്ലുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു.
ഗ്ലോറി. മുന്നറിയിപ്പിന്റെ ദർശനം. 23:11 വായിച്ചേ. ആ ആ ആ ആ റോമിലെ ദൈവവേലയെ കുറിച്ചൊരു ദർശനം. റോം ഒരു സാധാരണ സ്ഥലമല്ല, ഒരുവിധപ്പെട്ടവർക്കൊന്നും കയറി ചെല്ലാൻ പറ്റുന്ന ഇടമല്ല. പക്ഷെ പൗലോസിനോട് ദൈവം പറയുകയാണ്, നിനക്ക് റോമിലൊരു വേലയുണ്ട്. കർത്താവ് ദർശനത്തിൽ അവനോട് സംസാരിക്കുകയാണ്. റോമിലെ ദൈവവേലയെ കുറിച്ചൊരു ദർശനം. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവം. പാപിയായിട്ടും രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്തിനാ പാടിയെന്നറിയാമോ? ഒരു ബന്ധനം അഴിയാനാ. റോമിലുള്ള ദൈവവേലയെ കുറിച്ചൊരു ദർശനം. സ്തോത്രം. ഞാൻ പറഞ്ഞു, റോമിലേക്ക് സാധാരണക്കാരന് കയറി ചെല്ലാനാവില്ല. പക്ഷെ റോമിലേക്ക് പൗലോസിനെ കയറ്റണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതിന് ചില വഴി അടയണം, അതിന് ചിലരെതിരാകണം, ചിലർ മാറ്റി നിർത്തണം. ആമേൻ. നിങ്ങൾ തിരിച്ചറിയ ദൈവമക്കളുടെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വഴികൾ അടയുന്നത് മറ്റു ചിലത് തുറക്കാൻ വേണ്ടിയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. നിങ്ങൾ പ്രതീക്ഷിച്ച ചില വഴികൾ അടഞ്ഞെന്ന് കരുതി ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്കായി പുതുവഴികളെ തുറക്കും. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. റോമിലുള്ള ദൈവവേലയെ കുറിച്ച് പൗലോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. നീ റോമിൽ നിൽക്കും. സ്തോത്രം. നീ അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിൽക്കും, നീ രാജാവിന്റെ മുമ്പിൽ നിൽക്കും. ആമേൻ. നിങ്ങൾ എന്നെ സന്തോഷമില്ലാത്ത? സ്തോത്രം. എൻ്റെ പൊന്നു പാസ്റ്ററെ, റോമിലെ രാജാവൊക്കെ ചത്തിട്ട് കാലം തന്നെ. പിന്നെ ഞങ്ങൾ ഏത് രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്റർ പറയണമെന്നല്ലേ? സ്തോത്രം. അതൊക്കെ എന്നത്, അതൊന്നും ഒരു രാജാവേ അല്ലായിരുന്നു. അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് ആരെവിടെ എന്നൊക്കെ പറയുന്നേ ഉണ്ടായിരുന്നു. അതിനേക്കാളും മിടുക്കന്മാരും കരുത്തന്മാരും നമ്മുടെ ചുറ്റുമുള്ളത്. കിരീടം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നു, അവരുടെ മുമ്പിൽ ദൈവം നമ്മെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നിർത്തും. അവൻ നമ്മുടെ പണം കൊണ്ടല്ല നിൽക്കുന്നേ, മസിൽ കൊണ്ടല്ല നിൽക്കുന്നേ, സുവിശേഷ നിമിത്തം നിൽക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സുവിശേഷ റോമിലെ ദൈവവേലയെ കുറിച്ചൊരു ദർശനം. സ്തോത്രം. രണ്ട് കാര്യം കൂടെയുണ്ട്. 2 കൊരിന്ത്യർ 12:1-4 വായിച്ചേ. 12:1 മുതൽ 4 വരെ വായിച്ചേ. വേഗം വായിച്ചു. 12:1 മുതൽ 4 വരെ. ഓക്കെ, സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പൗലോസ് അപ്പോസ്തലൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ട സ്ഥലമാണ്, രംഗമാണ്. പറുദീസയെക്കുറിച്ചൊരു ദർശനം, നിത്യതയെക്കുറിച്ചൊരു ദർശനം. ആമേൻ. സ്തോത്രം. നിങ്ങളെല്ലാവരും ആമേൻ പറഞ്ഞില്ലല്ലോ?
നിത്യതയെക്കുറിച്ച് നമുക്കൊരു ദർശനം ഉണ്ടാവണം. ഈ മണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഇവിടം കൊണ്ടെല്ലാം തീരും എന്ന് ചിന്തിക്കരുത്. ആമേൻ. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. എന്താനന്ദം, എന്തു മോദമേ. ഈ മണ്ണുകൊണ്ട് നമ്മൾ അവസാനിക്കുമ്പോൾ ചിന്തിക്കരുത്, നിത്യതയെക്കുറിച്ചൊരു ദർശനം ഉണ്ടാവും. നമ്മൾ തുടങ്ങിയത് ഇവിടെ ക്രിസ്തുവിനെ കുറിച്ചൊരു ദർശനം, നിത്യതയെക്കുറിച്ചൊരു ദർശനം. ആമേൻ. നമ്മളാരും മരിക്കുകയില്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ മരിക്കുകയില്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ എന്ന് പറയണം, സമാധിയാക്കാനാ. സ്തോത്രം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. പഠിച്ചിട്ടുണ്ടോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമർ, സമത്വമറ്റ സോളമൻ, നമ്മുടെ ആളാ ശലോമൻ, തുടങ്ങിയുള്ള സകല വിജ്ഞരും മിടുക്കന്മാരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എങ്കിൽ നമുക്ക് പിന്നെ എന്നാ ഉണ്ട്? ഹല്ലേലൂയ. ഇനി മരണം കൊണ്ടെല്ലാം തീരുവാണേലും കുഴപ്പമില്ലായിരുന്നു. കൃമിയും വരെയും പുഴുവും തുമ്പ് തീരുവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തീരുകയല്ല. ഇനി ദുഷ്ടന്മാർ തീരുവായിരുന്നേലും കുഴപ്പമില്ലായിരുന്നു. ദുഷ്ടനും തീരുകയല്ല. എന്നാൽ പിന്നെ കുറെ ദുഷ്ടവ ചെയ്തങ്ങോട്ട് നീതിമാന്മാരെല്ലാം കർത്താവിനോട് കൂടെ, ദുഷ്ടന്മാരൊക്കെ മണ്ണുകൊണ്ട് അവസാനിക്കുക എന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ദുഷ്ടത ചെയ്താൽ മണ്ണുകൊണ്ട് അങ്ങ് തീർക്കായിരുന്നു. തീരൂല. ആമേൻ. സകലരും, ദുഷ്ടനും നല്ലവനും സകലരും അവിടെ നിൽക്കണം. അങ്ങനത്തെ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. രണ്ട് കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണമെന്നാണ് പറയുക. ഒന്ന്, ഏതു സമയത്തും മരിക്കാം. രണ്ട്, ഏതു സമയത്തും കർത്താവ് വരാം. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊരു നല്ല ബോധ്യം നമ്മുടെ അകത്തുണ്ടാവണം. സ്തോത്രം. നമ്മളെല്ലാം സഭക്കാരെല്ലാം ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് കുറച്ചുകൂടെ താമസിക്കണമെന്ന് പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് കർത്താവ് വരാൻ താമസിക്കുന്നില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മളെല്ലാം കൂടെ കൂടി വെച്ച് കൈ കോർത്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് വരും. കർത്താവ് വരും. സ്തോത്രം. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. കാഹളം ധ്വനിക്കും വാനിൽ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ചേർന്ന് ഹായ് എന്താനന്ദം, ഓ ആമേൻ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ. ഓ ശുദ്ധരോ
പ്രിയനെ വാഴ്ത്തിടുമേ. ഈ ലോകയാത്രയിൽ എപ്പോഴും പോരാട്ടമേ. ഈ ലോകയാത്രയിൽ എപ്പോഴും പോരാട്ടമേ. ഭൂവിൽ ജയം പ്രാപിച്ചോർക്കു നിത്യമഹിമയെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്ത് എപ്പോഴും ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കും. നിത്യതയെക്കുറിച്ചൊരു ദർശനം ഉണ്ടാകും. ഇവിടം കൊണ്ട് എല്ലാം ഒന്നും അവസാനിക്കില്ല. ബൈബിൾ പറയുന്നു, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകും. നാം എല്ലാവരും ഒരു നാൾ അവിടെ ചെല്ലണം. സ്തോത്രം. ഇന്ന് മരിക്കുവാണെങ്കിൽ മരിച്ചു. ഇന്ന് കർത്താവ് വരുവാണെങ്കിൽ പോണം. ഇനി മരിച്ചതിന് ശേഷം ആണ് കർത്താവ് വരുന്നെങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ കൂടെ ഉയർക്കണം. ആമേൻ. ആ ഉറപ്പുണ്ടായിക്കോണം. സ്തോത്രം. ഇവിടെ കുറേ കഷ്ടവും ഇവിടെ കുറേ പ്രയാസവും. ഇവിടെ മറ്റേ ലാസറിൻ്റെ കാര്യം പറഞ്ഞോണം. വ്രണങ്ങൾ പോലും നായ നക്കുന്ന അവസ്ഥയിലാണേലും ലാസറിനെ പറ്റി അങ്ങനെയല്ലേ പറയുന്നത്. ധനവാന്റെ വീടിൻ്റെ പടിവാതിക്കല ലാസർ കിടന്നത്. ലാസറിൻ്റെ വ്രണങ്ങൾ ലാസറിന് പോലും ചൊറിയുക അറപ്പായിരുന്നു. അതുപോലത്തെ വ്രണമായിരുന്നു. അവ നക്കിയത് നായയാണ്. അങ്ങനെ അവസ്ഥയിലായിട്ടും പ്രൈസ് ഗോഡ്. അത് എഴുതി അവസാനിപ്പിക്കുന്നത് ലാസർ പുഴുത്തു തീർന്നൊന്നല്ല. പിന്നീട് നമ്മൾ ലാസറെ കാണുന്നത് അബ്രഹാമിൻ്റെ മടിയിലാണ്. മണ്ണിൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒന്നും നേടാൻ പറ്റാതെ പോയേക്കാം. പക്ഷെ ഒരു നാളിൽ അബ്രഹാമിൻ്റെ മടിയിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. നിത്യതയെക്കുറിച്ചൊരു ദർശനം. ആ ഭാഗം അങ്ങ് വിടുക. സ്തോത്രം. ഒറ്റ വാക്യം കൂടെ 27-ന്റെ 23, 24. ഈ വാക്യം കൂടെ പ്രസംഗിച്ച് നിർത്തും. 27-ന്റെ 23, 24. അപ്പോസ്തല പ്രവൃത്തി. കൊടുംകാറ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനം. ആമേൻ പറഞ്ഞേ. കൊടുംകാറ്റിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവനെ പ്രോത്സാഹിപ്പിച്ച ദർശനം. സ്തോത്രം, സ്തോത്രം. അവിടെ പൗലോസിന് പ്രോത്സാഹനം കൊടുക്കാൻ ഒരു മനുഷ്യനില്ല. കാരണം എല്ലാവരും പ്രശ്നത്തിലാണ്, എല്ലാവരും പ്രതിസന്ധിക്കകത്താണ്. സഹായിപ്പാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. അവിടെ ഇതാ പൗലോസ് സേവിക്കുമ്പോൾ ദൈവം വരികയാണ്. സ്തോത്രം. ഒരു കടലിനകത്ത് വലിയ പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് അവൻ്റെ ദൈവം വന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മുൻപോട്ട് നീങ്ങാൻ പ്രോത്സാഹനം നൽകിയ ദൈവിക ദർശനം യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ഈ സഭയ്ക്കകത്തിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരു കൊടും കാറ്റിൻ്റെ അനുഭവത്തിൽ പോകുന്നുണ്ടോ? കര കാണാനാകാത്ത അനുഭവത്തിൽ പോകുന്നുണ്ടോ? നിങ്ങൾ പ്രാപിക്കേണ്ടത് കൊടും കാറ്റിനകത്തും ഇറങ്ങി വരുന്ന ഒരു ദൈവിക ദർശനത്തെയാണ്. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം. ഒരു കപ്പൽ നിറയെ ആളുകളുണ്ട്. അവരിൽ ചിലർ തടവുകാരാണ്, ചിലർ കുറ്റവാളികളാണ്. കൂട്ടത്തിൽ അപ്പോസ്തലനുമുണ്ട്, കപ്പൽ ഉടമസ്ഥനുണ്ട്, കപ്പിത്താനുണ്ട്, മാലൂമിയുണ്ട്. പല ശ്രേണിയിൽപ്പെട്ട പല തരത്തിലുള്ള ആളുകൾ അതിനകത്തുണ്ട്. ഉന്നതന്മാർ മുതൽ കുറ്റവാളികൾ വരെ അതിനകത്തുണ്ട്. അവർ സഞ്ചരിച്ചു പോകുന്ന യാത്രയിൽ ആ കപ്പലൊരു വലിയ പ്രതിസന്ധിക്കകത്തകപ്പെടുകയാണ്. സ്തോത്രം. അന്ന് രാത്രിയിൽ പൗലോസിൻ്റെ അടുക്കലേക്ക് ദൈവം വന്നു. ആമേൻ പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയാണ് മറ്റുള്ളവർ കാണുക, പക്ഷെ നിങ്ങളോട് കൂടെയുള്ള ദൈവത്തെ നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയാണ് മറ്റുള്ളവർ കാണുക, പക്ഷെ നിങ്ങളോട് കൂടെയുള്ള ദൈവത്തെ നിങ്ങൾ കാണണം.
നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇയ്യോബിനെ പറ്റി കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു കാര്യം കൂടെ പറയാം, ഈ പറഞ്ഞ കാര്യത്തെ ചേർത്ത് പറയാം. ഇയ്യോബിന് സമ്പത്തുണ്ടായത് നാട്ടുകാർ കണ്ടു. ഇയ്യോബിന് ആടുമാടുകൾ ഉണ്ടായത് നാട്ടുകാർ കണ്ടു. ഇയ്യോബിൻ്റെ വീട്ടിലെ പ്രാർത്ഥന നാട്ടുകാർ കണ്ടു. ഇയ്യോബിൻ്റെ മക്കളെ നാട്ടുകാർ കണ്ടു. പക്ഷെ നാട്ടുകാർ കാണാത്തൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് ഇയ്യോബിന് ചുറ്റും കെട്ടിയ വേലിയ. ആ വേലി സാത്താൻ കണ്ടു. മനസ്സിലായോ? സ്തോത്രം, സ്തോത്രം. നാട്ടുകാർ കാണുന്നത് നിങ്ങളുടെ നന്മയാണ്. നാട്ടുകാർ നിങ്ങൾക്കെതിരെ തിരിയുന്നതും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതും നിങ്ങളുടെ വീടോ വണ്ടിയോ ഒക്കെ കണ്ടിട്ടാണ്. പക്ഷെ പിശാച് നിങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങളുടെ വീടും വണ്ടിയും കണ്ടിട്ടല്ല. ആമേൻ. നിങ്ങളുടെ മേലുള്ള ദൈവിക സംരക്ഷണത്തിന് വിരോധമായിട്ട ഫയറ്റ്, നിങ്ങളുടെ മേലുള്ള കൃപകൾക്കെതിരായിട്ട ഫയറ്റ്, നിങ്ങളുടെ മേലുള്ള ദൈവിക വരത്തിനെതിരായിട്ട ഫയറ്റ് രക്തം ചെയ്യും, രക്തം ചെയ്യും. ജീസസ്. നാട്ടുകാരൻ്റെ ഫയറ്റിനെ ഭയപ്പെടണ്ട. അവരെന്തു പറഞ്ഞാലും അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. ആമേൻ. ചുറ്റും കെട്ടിയ വേലിയുള്ള കാലത്തോളം നാട്ടുകാർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്കെതിരെ പറയുന്നവർക്ക്, നിങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കുന്നവർക്ക്, നിങ്ങൾക്കെതിരെ പാടുന്നവർക്ക്, നിങ്ങൾക്കെതിരെ കഥയുണ്ടാക്കുന്നവർക്ക് നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാനാവില്ല. ഓ ജീസസ്. കാരണം നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. സ്തോത്രം. അതുള്ള കാലത്തോളം ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല. ആമേൻ പറ, ആമേൻ പറ. പൊന്നച്ചായൻ്റെ വീടിൻ്റെ പണിയെടുക്കുക കുമരകത്താ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊന്നച്ചാൻ വിളിച്ചു വെച്ച് പറഞ്ഞു, നമുക്കറിയാലോ കുമരകം അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിവുണ്ട്. നിങ്ങൾക്കറിയാലോ ആ സ്ഥലത്തിൻ്റെ ഒരു രീതി നമുക്കറിയാം. പൊന്നച്ചാൻ പറഞ്ഞു കട്ടയുടെ അടിയിൽ സംഗതി ഉണ്ടെന്ന് പറഞ്ഞു. വീട് പണിയാൻ വേണ്ടി കട്ട ഇറക്കി വെച്ചതാ. അപ്പോൾ എനിക്ക് തോന്നി ആരുടെയെങ്കിലും അഴിഞ്ഞു പോയി വീണതായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം തോന്നിയതിൻ്റെ കാര്യം, ഞാൻ വിചാരിച്ചത് പൊന്നച്ചായൻ അത് പറഞ്ഞു കരഞ്ഞ് നശിച്ചു എന്നൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നോട് പറഞ്ഞു ഒറ്റ ഏറി ഞാൻ കൊടുത്ത് വേമനാട്ടുകാരി ഇപ്പോൾ കിടപ്പുണ്ടെന്ന്. എന്നായിരുന്നു തകിടോ ഏലത്തോ? ആ പിന്നല്ല, ഇരിക്കട്ടെ. അന്നേരം വെളിപ്പെട്ടത്. അവിടുത്തെ രീതികൾ എങ്ങനെയാണ്? നമ്മുടെ നിങ്ങൾക്കറിയാലോ കുമരം പോലെയുള്ള സ്ഥലം. അവരും പേടിച്ചു പോയി. ഇടത്തോടെ ഒറ്റ ഏറാൻ കൂടെ വെച്ചു കൊടുത്തു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും പനിയാണ്. ഏറ്റവും അറിഞ്ഞ കേട്ടോ. സ്തോത്രം. ഇത്രയേ ഉള്ളെന്ന്. നമുക്കെതിരെ ഒന്നും ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമാവില്ല. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ മുകളിൽ യാതൊന്നിനും നിൽക്കുക സാധ്യമല്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം. ഒരു പാട്ടിങ്ങനെയുണ്ട്, യേശുവിൻ്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല, യേശുവിൻ്റെ ദൈവത്തെ പോ. ഒരു വരി അറിയാവുള്ളൂ. പാടാം, പഠിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ മുകളിൽ ഒന്നും നിൽക്കുകയല്ലെന്ന് ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം.
പിന്നെ നാട്ടുകാരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അറിയാവുന്നവരാണ് ഈ പറയുക, ഇനി കൊണ്ടുവരുമ്പോൾ ഈ ചെമ്പൊന്നും കൊണ്ടുവരാതെ സ്വർണം വല്ലതും കൊണ്ടുതരാൻ പറയും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമോ മറ്റോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ആരും കാണാതെ എനിക്ക് തരിക. ചെമ്പ് സ്വീകരിക്കില്ല, പിച്ചള, ഇരുമ്പ് ഇതൊന്നും സ്വീകരിക്കുകയല്ല. ഒന്ന് വെള്ളിയായിരിക്കണം, അല്ലെ സ്വർണ്ണമായിരിക്കണം. തകിടോ കയറോ കറുത്തതോ ചുവന്നോ ഒന്നും വിഷയമല്ല, ഏത് കേസും പിടിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് പ്രോത്സാഹനം നൽകുന്ന ദൈവിക ദർശനം. ആമേൻ. ഈ ദിവസങ്ങൾ നമുക്കത് ഉണ്ടായി വരും. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കർത്താവ് വരും. ദൈവം നിങ്ങൾക്ക് ദർശനം തരും. നിങ്ങൾ സ്റ്റക്കായിപ്പോയ ഇടങ്ങളിൽ നിന്ന് മുൻപോട്ട് നീങ്ങാൻ ദൈവം നിങ്ങളെ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഗ്ലോറി, ഗ്ലോറി, സ്തോത്രം. ഒന്ന്, ക്രിസ്തുവിൻ്റെ ദർശനം ഉണ്ടാവണം. രണ്ട്, സുവിശേഷ വേലയെക്കുറിച്ച് ദർശനം ഉണ്ടാവണം. മൂന്നാമത്തേത് ഉറപ്പിക്കുമ്പോൾ ദർശനം ഉണ്ടാവണം. നാലാമത്തേത് മുന്നറിയിപ്പിൻ്റെ ദർശനമാണ്. അഞ്ചാമത്തേത് റോമിലുള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ള ദർശനമാണ്. ആറാമത്തേത് പറുദീസയുടെ ദർശനമാണ്. ഏഴാമത്തേത് കൊടുങ്കാറ്റിൽ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനമാണ്. ഇത് ദൈവമൊക്കെ ഉണ്ടാവണം. നമ്മുടെ നാളുകളിൽ ഈ ദർശനങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹബക്കൂക്കിൻ്റെ പുസ്തകം പറയുന്നു, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്, ഒരവധി വെച്ചിട്ടുണ്ട്. അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. അത് വരും, നിശ്ചയം. ആമേൻ, ആമേൻ. നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിന്, നിങ്ങൾ പ്രാപിച്ച ദർശനങ്ങൾക്ക്, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക്, നിങ്ങളോടുള്ള ദൈവിക ആലോചനകൾക്ക് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. രക്തത്താൽ ജയം. അത് വൈകും, വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. ഗ്ലോറി. അത് വരും, അത് വരും. ആ ദർശനത്തിന്റെ നിവർത്തി വരും. നീ കേട്ട ദൈവശബ്ദത്തിന്റെ നിവർത്തി വരും. വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. ഓ ജീസസ്, അത് വരും. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വിഷയത്തിലേക്ക് അത് മറുപടിയായി വരും. അത് വിടുതലായി വരും. അത് സൗഖ്യമായി വരും. അത് വരും. അത് വരും. അത് വരും.